ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന പ്രധാന വിഷയം ദൈവം നമുക്ക് നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, ഭൗമിക നന്മകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുവാനാണ് എന്നുള്ളത് മറന്നുപോകരുത് എന്നുള്ളതാണ് എസ്രായുടെ പ്രത്യേകമായിട്ടുള്ള സന്ദേശം. ഈ ജനത്തിന് വലിയ കരുണ ലഭിച്ചതുകൊണ്ടാണ് മടങ്ങി സ്വദേശത്തേക്ക് വരാനിടയായത്. എന്നാൽ വന്നതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവാലയം പണിയുന്നതിനും യെരുശലേം പണിയുന്നതിനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതിനും പിൽക്കാലങ്ങളിൽ ആ ദേശം അനേകർക്ക് ഒരു അനുഗ്രഹമായും നല്ല സാക്ഷ്യമായും പ്രകാശിക്കുന്ന വിളക്കായും തീരുവാൻ ദൈവം ആ ജനത്തെക്കുറിച്ച് ആഗ്രഹിച്ചു. അതിനാണ് ദൈവം മടക്കി അയച്ചത്. അത് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ മടങ്ങി വന്ന് അവർ ആരാധനയോടുകൂടെ തുടങ്ങി എന്ന് 3-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചു. അങ്ങനെയാണ് അവർ അവരുടെ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവ് ആരംഭിച്ചത്. ഏറ്റവും നല്ല ആരംഭമാണ്. ദൈവത്തിന് ഹോമയാഗങ്ങളെ അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ വേണം നമ്മുടെ ജീവിതം സമർപ്പണത്തോടെ ആരംഭിക്കുക എന്ന് മാത്രമല്ല, അവർ വന്ന ഉദ്ദേശം സാധിക്കുവാൻ വേണ്ടി അതിനൊരാരംഭം കുറിച്ചു. ദൈവാലയത്തിന് അവരടിസ്ഥാനമിട്ടു. അത് നിമിത്തം വലിയ സന്തോഷമുണ്ടായി എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഈ 4-ാമത്തെ അധ്യായത്തിൽ ദൈവം അവരെ അയച്ച ദൗത്യ നിർവഹണത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ, അതിൻ്റെ നടുവിൽ അതിനെ അവർ അതിജീവിക്കുന്നതാണ് നാം കാണുന്നത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മെ ദൈവം ഒരു ദൗത്യത്തോടുകൂടെ ഈ ഭൂമിയിൽ അയക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും വിവിധ തരത്തിലുള്ള എതിർപ്പുകൾ, ഓപ്പോസിഷൻ ഉണ്ടാകും, സെറ്റ് ബാക്സ് ഉണ്ടാകും. എന്നാൽ ദൈവകൃപയോടുകൂടെ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. അങ്ങനെ സാധ്യമാണ് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഈ അധ്യായം വായിക്കുമ്പോൾ 4 രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. കോരേസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദാര്യാവേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ അഹസ്വേരോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 7-ാമത്തെ വാക്യത്തിൽ അർത്ഥശിഷ്ട രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രാജാക്കന്മാർ എല്ലാം ഭരണാധികാരികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ 4 രാജാക്കന്മാർ മാത്രമല്ല, കോരേസിന് ശേഷം കാംബിസസ് എന്ന് പറയുന്ന ഒരു രാജാവൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നോട്ട്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും, കോരേസിന് ശേഷം അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പക്ഷേ ആ രാജാവും ദൈവജനവുമായുള്ള ബന്ധത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്താത്തത്. 4 രാജാക്കന്മാർ. അപ്പോൾ ഏകദേശം 100 വർഷക്കാലത്തെ ചരിത്രമാണ് ഈ 4, 5, 6 അധ്യായത്തിൽ നാം കാണുന്നത്. 100 years. ഈ 100 വർഷക്കാലത്ത് സംഭവിച്ച സംഭവവികാസങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത് ദൈവാലയ പണി മാത്രമല്ല, നെഹമ്യാവിൽ കൂടെ നടത്തിയെടുത്ത യെരുശലേം പട്ടണത്തിൻ്റെ മതിലുകളെ പണിതതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്രോണോളജിക്കൽ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് തീയതികൾ ഒന്നിൻ്റെ പുറകെ അതിൻ്റെ കണക്കനുസരിച്ചല്ല, ചിലതൊക്കെ അതിനെ മറിച്ച് ചേർത്തിട്ടുണ്ട്. അതായത് 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പട്ടണത്തിൻ്റെ പണിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് യെരുശലേം പട്ടണത്തിൻ്റെ പണി. അത് എസ്രായുടെ കാലത്തുള്ള ആ ഒരു ശുശ്രൂഷയെക്കുറിച്ചല്ല, അല്ലെങ്കിൽ സെരുബാബേലിനെ കുറിച്ച് ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ച ഒരു പ്രവൃത്തിയായിട്ടല്ല. അത് നെഹമ്യാവിൽ കൂടെ നടത്തിയെടുത്തതാണ്. എന്നാൽ അതിവിടെ ഉദ്ധരിച്ചിരിക്കുന്നതിൻ്റെ കാരണം അർത്ഥശിഷ്ട രാജാവിൻ്റെ കാലത്തുണ്ടായ കൽപ്പനപ്രകാരം പുറപ്പെട്ടു പോയ നെഹമ്യാവിൻ്റെ കാലത്തും അത് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് എതിർപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ കോരേസിൻ്റെ കൽപ്പനപ്രകാരം പോയപ്പോഴും അതിനുശേഷം ദാര്യാവേസിൻ്റെ കാലത്തും അഹസ്വേരോസിൻ്റെ കാലത്തും ആ ചരിത്രം നമുക്കറിയാം. എസ്തേറിനും മൊർദെഖായിക്കും ഉണ്ടായ തിക്തമായ അനുഭവങ്ങൾ നമുക്കറിയാം. അതിനുശേഷം നെഹമ്യാവ്
പട്ടണം പണിയുവാൻ അല്ലെങ്കിൽ മതിൽ പണിയുവാൻ പോയപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ. ആ വർണ്ണന ദീർഘമായി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എല്ലാ കാലത്തും ദൈവജനത്തിന് എതിർപ്പ് നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് അപ്പസ്തലനായ പത്രോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ശോധനകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഡോണ്ട് ബി സർപ്രൈസ്ഡ്. എല്ലാ കാലത്തും ഈ 100 വർഷക്കാലത്ത് വിവിധ പ്രവർത്തനത്തിലാണ് ജനങ്ങൾ ഏർപ്പെട്ടിരുന്നതെങ്കിലും അതാത് സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ജനം പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഓരോന്നായി നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇന്ന് നെഹമ്യാവിൻ്റെ കാലത്തുണ്ടായ എതിർപ്പിനെ കുറിച്ചല്ല ഈ എസ്രായുടെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാനായി പോകുന്നു. അതിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അക്കാലത്തും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. എല്ലാ കാലത്തും ദർ വാസ് ഓപ്പോസിഷൻ ഓൾ ദ ടൈം. എന്നാൽ ഇന്ന് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ടത് ഈ ജനമെ വന്നു ചേർന്നത്, അതായത് സെരുബാബേലിൻ്റെ നേതൃത്വത്തിലും യേശുവായുടെ നേതൃത്വത്തിലും ഈ ജനം മടങ്ങി വന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ദൈവാലയം പണിയുവാൻ. ആ പണിയിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവർ പണി ആരംഭിക്കുന്നതായി നാം കാണും. അവർ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ആലയം മന്ദിരം പണിയുന്നു. മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിൻ്റെയും വൈരികൾ കേട്ടപ്പോൾ, ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്, വൈരികൾ. ദൈവത്തിൻ്റെ ജനത്തിന് ശത്രുക്കളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കേട്ടപ്പോൾ അവർ നേരിടേണ്ടി വന്ന എതിർപ്പുകൾ പല വിധത്തിലാണ്. ഒന്നാമത് നാം കാണുന്നത്, അവർ വന്ന ഈ ജനത്തോട് പറയുകയാണ്, അതായത് മടങ്ങി വന്ന പ്രവാസികളോട് പറയുകയാണ്. ആരാണ് പറയുന്നത്? അവിടെ പാർത്തിരുന്നവർ. അതൊന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതായത് ആ സമയത്ത് അവിടെ പാർത്തിരുന്നവർ ഒരു വിധത്തിൽ സമ്മിശ്ര ജാതി എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതായത് 10 ഗോത്രങ്ങൾ വടക്കൻ രാജ്യം പിടിക്കപ്പെട്ടപ്പോൾ അവിടെ അശൂർ രാജാവ് കൊണ്ടുവന്ന് പാർപ്പിച്ച വിജാതികളുമുണ്ട്. അവരുമായി ഇടകലർന്നുണ്ടായ ഒരു സമൂഹമാണ്. അപ്പോൾ അവരുടെ ദൈവത്തോടുള്ള ബന്ധവും വിവിധ രീതിയിലായിരുന്നു, അല്ലെങ്കിൽ ദൈവഭക്തിയും വിവിധ രീതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യഹോവയെ ആരാധിക്കുന്നവരായിരുന്നില്ല. അപ്പോൾ ഈ ജനം വന്ന് മടങ്ങി വന്ന പ്രവാസികളോട് അവർ പണി തുടങ്ങിയപ്പോൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ. പെട്ടെന്ന് ആ വാചകം കേട്ടാൽ നമുക്ക് സന്തോഷം പകരേണ്ടതാണ്. കാരണം ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി വന്നപ്പോൾ ദേശനിവാസികൾ പറയുകയാണ്, ഞങ്ങളും കൂടെ ചേരട്ടെ. ഒരു വിധത്തിൽ സ്വാഗതാർഹമല്ലയോ? എന്നാൽ ഇവിടെയാണ് ഈ ജനം നേരിട്ട 1-ാമത്തെ പരിശോധന. അവിടെ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ. അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ് 2-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും. ദൈവം അവരുടെ ദൈവമല്ല, നിങ്ങളുടെ ദൈവമാണ്. അതിൻ്റെ അർത്ഥം, ഈ മന്ദിരം ആർക്ക് വേണ്ടി പണിയുന്നോ ആ ദൈവവുമായി ഈ ജനത്തിനൊരു ബന്ധമില്ല. ആ ഒരു സമൂഹമാണ് ഈ ദൈവജനത്തോട് ചേർന്ന് പണിയുവാനായി ആരംഭിക്കുന്നത്. ദൈവരാജ്യ പ്രവർത്തനത്തിൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. തിരുവചനത്തിൽ ഇങ്ങനെ, പുതിയ നിയമത്തിൽ ഒരു പ്രത്യേക വാചകമുണ്ട്, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. ദൈവരാജ്യ പ്രവർത്തനത്തിൽ, ദൈവിക ദൗത്യ നിർവഹണത്തിൽ ഇങ്ങനെയുള്ള സമൂഹത്തോട് ചേർന്ന് പോകാൻ നമ്മെ പ്രേരിപ്പിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ചില പരീക്ഷകൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീക തോത് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാനുള്ള പരീക്ഷ നമുക്കുണ്ടാകും. കാരണം അവരുടെ ധാർമ്മികവും ആത്മീകവുമായ തോത് നമ്മുടേതായിരിക്കണമെന്നില്ല.
അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇടകലർന്നുള്ള പണി ആപൽക്കരമാണ് എന്നുള്ളത് ഈ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഇങ്ങനെയുള്ളവരുടെ സഹായം, അതായത് അരുതാത്ത ബന്ധങ്ങൾ എപ്പോഴും ദോഷം ചെയ്യും. റോങ് അസോസിയേഷൻ വിൽ ഓൺലി ഡാമേജ് ഗോഡ്സ് വർക്ക്. അപ്പോൾ നമ്മൾ ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ പണിയുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമ്മൾ ചിലപ്പോൾ ചിലതിനോടൊക്കെ ഒന്ന് അനുരഞ്ജനപ്പെട്ടു പോകും. ചിലരോടൊക്കെ നാം ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാര്യം നടക്കണ്ടേ? എന്നാൽ ഈ ജനം അത് തിരിച്ചറിഞ്ഞു. ഇങ്ങനെയാണ് നാം വായിക്കുന്നത് 4:3, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. അല്പം കഠിനമെന്ന് തോന്നും. ദൈവരാജ്യത്തിൻ്റെ ഈ നിയമങ്ങൾ ലോകം വീക്ഷിക്കുമ്പോൾ വളരെ നാരോ ആണെന്ന് തോന്നും. എന്നാൽ ദൈവിക കാര്യങ്ങൾ ദൈവമഹത്വത്തിൽ പര്യവസാനിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ അതിന് കീഴ്പ്പെട്ടു പോകാൻ നമുക്കിടയാകണം. ഇന്ന് അനേക ഭവനങ്ങളിലും അനേക വിശ്വാസികളിലും അവരുടെ ജീവിത വഴിയിലുണ്ടായ തോൽവി ഇവിടെയാണ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം വിവിധ തരത്തിലാണ്. എന്നാൽ അത് നടത്തിയെടുക്കാൻ പലപ്പോഴും പലതുമായി അവർ കോംപ്രമൈസ് ചെയ്തു, അനുരഞ്ജനപ്പെട്ടു പോകുന്നു. ചിലതൊക്കെ സാധിച്ചെടുക്കാൻ ചേരരുതാത്തവരോട് ചേർന്ന് കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവരാജ്യത്തിനത് ഹാനികരമാണ് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. സോ ദ ഫസ്റ്റ് ടെംപ്റ്റേഷൻ വാസ് ടു കോംപ്രമൈസ്. അതവർ അതിജീവിച്ചു. എങ്ങനെ ഈ തിരിച്ചറിവുണ്ടായി എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. ഏതായാലും ദൈവജനത്തിന്, ഉണർത്തപ്പെട്ട ജനത്തിന് തിരിച്ചറിയാനുള്ള ദൈവകൃപയുണ്ടായിരുന്നു. ഇതുകൊണ്ട് അവസാനിച്ചില്ല. അവർക്ക് ചേരാൻ അനുവാദമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 4-ാം വാക്യം നോക്കിക്കാട്ടെ. അവരെ പിന്നീട് എതിർത്തത് അവരെ പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയുമാണ്. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു, ഇൻറ്റിമിഡേറ്റ് ചെയ്തു. വിശ്വാസികൾ എപ്പോഴും ഓർക്കണം, നമ്മെ അടുത്തതായി ഈ ദോഷശക്തികൾ എതിർക്കുന്നത് ഈ മേഖലയിൽ കൂടെയാണ്. ഭയപ്പെടുത്തുക, നമ്മുടെ ധൈര്യം കെടുത്തുക. ശക്തിയും അധികാരവും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നാം പാർക്കുമ്പോൾ നമ്മെ നിശ്ചയമായും നമുക്ക് ധൈര്യക്ഷയം വരുത്താനും നമ്മെ ഭയപ്പെടുത്തുവാനുമായി അവർ ശ്രമിക്കും. നെഹമ്യാവിൻ്റെ ചരിത്രം നാം വായിക്കുമ്പോഴും നെഹമ്യാവിൻ്റെ പുസ്തകം പഠിച്ചിട്ടുണ്ടെങ്കിൽ പല സമയങ്ങളിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഭയപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ജനം, ഇത് അനുദിനം അനുഭവിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്നവർ, ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ, തളർത്തിക്കളയുന്ന വാക്കുകൾ നിരന്തരം പറയുന്നവരുടെ നടുവിൽ ജീവിക്കും. അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ നടുവിൽ അവർ ജീവിച്ചു. മൂന്നാമത്, ഒരു വിധത്തിൽ അധികാരികൾ കറപ്റ്റഡായി. അതായത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാഴ്സി രാജാവിനായ കോരേസിൻ്റെ കാലത്തൊക്കെയും പാഴ്സി രാജാവായ ദാര്യാവേശിൻ്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. ഈ പറയുമ്പോൾ ഇത് എത്ര റെലവൻ്റ് ആണെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ വരുന്നില്ലയോ? അധികാരികളെ നീതി നടത്താതിരിക്കുവാൻ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അപ്പോൾ എന്തെല്ലാം തരത്തിലാണ് ദൈവജനത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ, അവരെ നിരാശരാക്കുവാൻ എതിർ ശക്തികൾ, വൈരികൾ പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കുക. നമ്മെ പരീക്ഷിക്കും, നമ്മെ ഭയപ്പെടുത്തും, നമ്മെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനം നിഷ്ഫലമാക്കേണ്ടതിന്
അധികാരസ്ഥാനത്തിരിക്കുന്നവരെ കൈക്കൂലി കൊടുത്ത് വാങ്ങി സ്വാധീനിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹം നിരന്തരമായി പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് 4-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നെഹമ്യാവിൻ്റെ കാലത്തുണ്ടായ സംഭവങ്ങളാണ്. 24-ാമത്തെ വാക്യത്തിൽ ഈ 4-ാമത്തെ അധ്യായത്തിൽ ഉണ്ടായ എതിർപ്പുകളുടെ വെളിച്ചത്തിൽ ദൈവാലയം പണിയാനായി വന്ന പ്രവാസികൾക്ക് വന്ന് സംഭവിച്ചത് പരിണിത ഫലം പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കാട്ടെ, അങ്ങനെ യെരുശലേമിലെ ദൈവാലയത്തിൻ്റെ പണി മുടങ്ങി. പാഴ്സി രാജാവായ ദാര്യാവേസിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു. അപ്പോൾ വൈരികളുടെ പദ്ധതി ഒരു വിധത്തിൽ വിജയിച്ചു. വളരെ തീഷ്ണതയോടെ വന്നു, ആരാധനയോടെ തുടങ്ങി, അടിസ്ഥാനമിട്ടു. അവരൊരുമിച്ച് കൂടി വളരെയധികം ഈ കൂടാരപ്പെരുന്നാൾ ആചരിച്ച് സന്തോഷിച്ചു, പണിയും തുടങ്ങി. എന്നാൽ എതിർപ്പുകൾ നിരന്തരമായി വന്നപ്പോൾ പണി മുടങ്ങി. ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ ഏകദേശം 16 വർഷക്കാലം 16 years അവരുടെ പണി മുടങ്ങുകയുണ്ടായി. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം 16 വർഷക്കാലം അതിന് താമസം നേരിട്ടു എന്ന് നാം മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അങ്ങനെ മുടങ്ങിപ്പോയ പണി വീണ്ടും ഉണർത്താൻ ദൈവത്തിന് ഹിതമായി. അതിനാണ് ദൈവം 2 പ്രവാചകന്മാരെ അവരുടെ നടുവിലേക്ക് അയച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. തീഷ്ണതയോടെ വന്ന ജനം ഭീഷണിയുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും അവർക്കുണ്ടായ പരിശോധനകളുടെ മുമ്പിലും തളർന്ന് പണി മുടങ്ങി. ദേ ഫെയിൽഡ് ഇൻ ദെയർ വർക്ക്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആപ്ലിക്കബിളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം മാത്രമല്ല, ദൈവം നമ്മെ വീണ്ടെടുക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ആത്മീകവും ഭൗമികവുമായ നന്മകൾ തന്ന് നമ്മെ ആക്കി തീർക്കുകയും ചെയ്യുമ്പോൾ യഹോവ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളുടെയും ഭീഷണികളുടെയും എതിർപ്പുകളുടെയും മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. എന്നാൽ ആ ദുസ്ഥിതിക്ക് ദൈവം ഭേദം വരുത്താൻ ആഗ്രഹിച്ചു. 16 വർഷങ്ങൾ മുടങ്ങിക്കിടന്നിട്ട് ദൈവം അതിനെ ഉണർത്തുവാൻ ദൈവം 2 പ്രവാചകന്മാരെ അയച്ചു. ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകൻ സെക്കരിയാവും. എസ്രാ 5:1. അപ്പോൾ 4:24 പണി മുടങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ നമ്മുടെ മുമ്പിൽ വരുന്നത് 2 പ്രവാചകന്മാരാണ്, ദൈവം അയച്ചവർ. ഹഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മുടങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ തണുത്തു പോകുമ്പോൾ, ആത്മീകമായ ശൈത്യത്തിലേക്ക് ദൈവജനം നീങ്ങുമ്പോൾ, ദൈവം ഈ ജനത്തെ ഉണർത്താനായി ഒരു മാർഗമേ ദൈവവചനത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. ദൈവവചനത്താൽ ഈ സമൂഹം ഉണർത്തപ്പെടണം. ഇന്ന് വളരെ പ്രസക്തമാണ്. ആത്മീകമായി ശുഷ്കിച്ച അനുഭവത്തിൽ നിന്ന് ദൈവസഭ ഉണരണമെങ്കിൽ എസ്കേലിൻ്റെ കാലത്ത് ദൈവം കൊടുത്തൊരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം അന്നും ഇന്നും ഈ കാലഘട്ടത്തിലും എസ്രായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാലഘട്ടത്തിലും ഒരു വഴിയേ ഉള്ളൂ. ദൈവവചനത്താൽ ജീവിപ്പിക്കപ്പെടണം. ഇതുകൊണ്ടാണ് ദൈവജനത്തിൻ്റെ നടുവിൽ ദൈവവചനത്തിന് അതിപ്രധാനമായ സ്ഥാനമുണ്ടാകണം. വല്ലപ്പോഴും ഉണ്ടാകുകയല്ല, ദിനംതോറും ദൈവവചനത്താൽ ഉണർത്തപ്പെടണം. 29-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മഹിമയോടെ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനം, വനങ്ങളെ തോലുരിക്കുന്ന ദൈവത്തിൻ്റെ വചനം
ആ കാദേശ് മരുവിനെ നടുക്കുന്ന ദൈവത്തിൻ്റെ വചനം, എബ്രായ ലേഖകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ശോധന ചെയ്യുന്ന, ചിന്തനങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവം 2 പ്രവാചകന്മാരെ അയച്ചു. അവർ ദൈവവചനം പറഞ്ഞു. നോക്കാട്ടെ, ആ പ്രവാചകന്മാരുടെ പ്രത്യേകത എസ്ര 5:1 ഇപ്രകാരം വായിക്കുന്നു: യെരൂശലേമിലുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ നാമത്തിൽ. ഒരു വിധത്തിൽ ഇപ്രകാരം ഞാൻ അതിനെ വ്യാഖ്യാനിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു: പ്രീച്ചേഴ്സ് വിത്ത് അതോറിറ്റി, അധികാരത്തോടെ ദൈവവചനം പറയുന്നവർ. അവരെ വിളിച്ചിരിക്കുന്ന ഒരു നാമമുണ്ട്, അവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അപ്പോൾ ദൈവജനം ജീവിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. എന്നാൽ ആ ദൈവവചനം ഘോഷിക്കുന്നവർ എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അധികാരത്തിൽ ദൈവവചനം ഘോഷിക്കണം, വിത്ത് ദ അനോയിൻറ്റിങ് ഫ്രം അബവ്. അതുകൊണ്ടാണ് ലിയോണാർഡ് റേവൻഹിൽ എന്ന് പറയുന്ന ദൈവദാസൻ വൈ റിവൈവൽ ടാരീസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇപ്രകാരം ഒരു പ്രയോഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷകളൊക്കെ വളരെ രസകരമാണ്. അങ്ഷൻ ഇൻ ദ പുൾപിറ്റ്, ആക്ഷൻ ഇൻ ദ പ്യൂ എന്ന് പറഞ്ഞാൽ, പുൾപിറ്റിൽ അഭിഷേകം ഉണ്ടായാൽ ഇരിപ്പിടത്തിൽ ചലനം ഉണ്ടാകും. അപ്പോൾ ദൈവം അയച്ച ഈ 2 പേർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നവരല്ല, ദൈവം അയച്ചവരാണ്, ദൈവത്തിൻ്റെ അധികാരത്തോടെ അയച്ചവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുഴുവനായി സ്വാധീനിക്കണം, ആത്മനിറവിലാകണം, എങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇക്കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഒരു വെല്ലുവിളിയാണ്. വി നീഡ് ടു മൂവ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, അനോയിൻറ്റഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ അധികാരത്തിൽ പോകണം. അങ്ങനെയാണ് അവർ പ്രവചിച്ചത്. എന്ന് മാത്രമല്ല, ഇനിയും നമുക്ക് ഇപ്രകാരം വായിക്കുന്നു, എസ്ര 5:2, അങ്ങനെ ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബാബേലും യോസാദാക്കിൻ്റെ മകനായ യേശുവായും എഴുന്നേറ്റ് യെരൂശലേമിലെ ദൈവാലയം പണിയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോട് കൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. ഈ പ്രവാചകന്മാർ എവിടെ ആയിരുന്നെന്ന് നോക്കി, അവർ ജനത്തോട് കൂടായിരുന്നു. ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അധികാരത്തോടെ അയക്കപ്പെട്ടവരാണ്, ദൈവം അയച്ചവരാണ്. ബട്ട് വേർ ദേ? among the people of God. ദൂരത്തിരുന്നുകൊണ്ട് കൽപ്പിക്കുകയല്ല, ദൈവജനത്തിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സെർവൻസ് ഓഫ് ഗോഡ് മൂവിങ് among the people. ഇന്നത്തെ കാലത്ത് എത്ര ആവശ്യമായില്ലയോ ജനത്തോട് ഇടപഴകി സഞ്ചരിക്കുന്ന ദൈവദാസന്മാർ. ദൈവവചനം ഘോഷിക്കാൻ എഴുന്നള്ളി വന്ന് സംസാരിച്ചിട്ട് പോവുക മാത്രമല്ല, ദൈവജനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ, ചേർന്ന് സഹകരിക്കുന്നവർ, അവരുടെ ഇടയിൽ നടക്കുന്നവർ. പ്രോഫറ്റ്സ് മൂവിങ് അമംഗ് ദ പീപ്പിൾ. ഇനിയും നോക്കാട്ടെ, 16 വർഷക്കാലത്തിന് ശേഷം, അതായത് പണി നിർത്തിവെച്ച് 16 വർഷക്കാലത്തിന് ശേഷം ഈ പ്രവാചകന്മാർ എത്ര നാൾ പ്രസംഗിച്ചെന്ന് ഹഗായിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹഗായിയും സക്കറിയായുമാണല്ലോ വന്നത്. ഹഗായി പ്രവചനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാര്യാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകനുണ്ടായി. അപ്പോൾ അവർ പോയത് യഹോവയുടെ അരുളപ്പാടുമായിട്ടാണ്. എന്നാ പോയത്? ദാര്യാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി. ഇനിയും എന്ന് പണി തുടങ്ങിയെന്ന് ഹഗായി 1:15 പറഞ്ഞിട്ടുണ്ട്. ദാര്യാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട്
6-ാം മാസം 24-ാം തീയതി 16 വർഷക്കാലം നിശ്ചലമായിരുന്നൊരു സമൂഹം 24 മണി ഈ ദിവസത്തെ ഈ ദൈവദാസന്മാരുടെ ശുശ്രൂഷ കൊണ്ട് ചലനമുള്ളവരായി തീർന്നു. ആ ദൈവകൃപയൊന്ന് ആലോചിച്ച് നോക്കി. ഇൻ 24 days the people became active. അപ്പോൾ ഇന്നത്തെ കാലത്ത് ദൈവജനത്തിൻ്റെ നടുവിൽ ഇതല്ലേ ആവശ്യം? ഈ നല്ല ചിന്തകൾ പറയുകയല്ല, ജനത്തിൻ്റെ നടുവിൽ അവരെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുകയുമല്ല, ദൈവജനത്തെ ആത്മീകമായി ചൈതന്യമുളവാക്കുന്ന, അവരെ ഉണർത്തുന്ന, അവരുടെ ഈ നിശ്ചലമായ അനുഭവത്തിൽ നിന്ന് പ്രവർത്തന മണ്ഡലത്തിലേക്ക് പൊക്കിക്കൊണ്ടുവരുന്ന ദൈവവചനം ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടെ ദൈവജനത്തിൻ്റെ നടുവിൽ പറയണം. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദി അവർ. 16 വർഷക്കാലം ഒരു പ്രവർത്തനവുമില്ലാതെ മുടങ്ങിക്കിടന്ന സമൂഹത്തെ ഈ 2 ദൈവദാസന്മാർ അനുഗ്രഹകരമായ ശുശ്രൂഷ കൊണ്ട് 24 ദിവസം കൊണ്ട്, ഇൻ 24 days, അതൊരു ആത്മീയ ഉണർവാണെന്ന് എനിക്ക് തോന്നുന്നു. 24 ദിവസത്തെ ശുശ്രൂഷ കൊണ്ട് ജനം ചൈതന്യമുള്ളതായിത്തീർന്നു, അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനിയും അവരെങ്ങനെ ദൈവവചനം ഘോഷിച്ചു എന്ന് നോക്കാം. ഇത് നമുക്കൊക്കെ ഏറെ ആവശ്യമാണ്. നമ്മുടെ സ്വന്തം ഭവനത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൈവദാസന്മാരുടെ ഈ ശുശ്രൂഷ ശൈലി നമുക്ക് നല്ല അനുകരിക്കാവുന്നതാണ്. നോക്കിക്കാട്ടെ, ഹഗായി പ്രവാചകൻ ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ നടുവിൽ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യഹോവയുടെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. അപ്പോൾ ഈ ജനം പറയുന്നത് യഹോവയുടെ ആലയം പണിയാനുള്ള സമയം വന്നിട്ടില്ല. അങ്ങനെ പറയാൻ കാര്യമുണ്ട്. നല്ല പ്രവൃത്തിക്ക് വേണ്ടി വന്നു, വലിയ എതിർപ്പ് വന്നപ്പോൾ അവരുടെ മനസ്സിൽ അവർ തീരുമാനിച്ചു, ഇപ്പോൾ ഇതിൻ്റെ സമയമല്ലായിരിക്കും, നോട്ട് കൺവീനിയൻറ്റ് ടൈം. അങ്ങനെ നിങ്ങൾ പറയുന്നുവല്ലോ. അപ്പോൾ അവരുടെ ചിന്തയെ ഒന്ന് അപഗ്രഥിച്ച് നോക്കാൻ, ടു കൺസിഡർ ദെയർ തിങ്കിങ്. ആ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നിങ്ങൾ ചിന്തിക്കുന്നു ഇപ്പോൾ പണിയാനുള്ള സമയമല്ല എന്ന്. യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അവർ ചിന്തിച്ചു ഇപ്പോഴല്ല സമയം എന്ന്. അപ്പോൾ അവരുടെ ചിന്തയെ ഒന്ന് ഉണർത്തി. 2, അവരുടെ ജീവിതത്തിൻ്റെ മുൻഗണനകളൊന്ന് ചിന്തിക്കുവാൻ പറഞ്ഞു. ആലയം ശൂന്യമായിരിക്കെ, വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഹഗായി 1:4, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ്? വീടുകൾ തട്ടിട്ടത്, ആലയം ശൂന്യം. ടെമ്പിൾ ഈസ് എംപ്റ്റി, ഹൗസ് ഈസ് ഫുൾ. അപ്പോൾ ജനമൊന്ന് ശോധന ചെയ്യണം. അതാണോ ജീവിതത്തിൽ മുൻഗണന? സ്വന്തം കാര്യം ഭംഗിയായി നടക്കുന്നു, ദൈവരാജ്യം ശൂന്യമായി കിടക്കുന്നു. വളരെ ശക്തമായ ദൂതാണ്. ഇതാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? അവർ ഭവനങ്ങളിൽ പാർക്കരുതെന്നൊന്നും പ്രവാചകൻ പറഞ്ഞില്ല. ദൈവരാജ്യം ശൂന്യമായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യം വളരെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ മുൻഗണന എന്താകുന്നു? ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, യു ആർ വെരി സെൽഫിഷ്. സ്വാർത്ഥരായി ജീവിക്കുന്നവരാണ് നിങ്ങൾ. ആധുനിക ദൈവജനത്തോട് ഈ ദൂത് തന്നെ പറയണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ്. വെരി സെൽഫിഷ്. ഈ അപ്പസ്തലനായ പൗലോസ് തിമത്തിയോസിനെ അയക്കുന്നതിനെക്കുറിച്ചൊക്കെ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് 2-ാമത്തെ അധ്യായത്തിൽ എഴുതുമ്പോൾ തിമത്തിയോസിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്, ഈ തിമത്തിയോസിനെ പോലെ
മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നവർ വളരെ ചുരുക്കമാണ്. എല്ലാവരും സ്വന്തം കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ പൗലോസിന് വളരെ സന്തോഷം തോന്നി. ഈ തിമോത്തിയോസ് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി എവിടെയാണ്, മുൻഗണന എവിടെയാണ് എന്ന് ഇന്ന് രാത്രി ശോധന ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ശോധന ചെയ്യണം. 2, നിങ്ങളുടെ മുൻഗണന നിങ്ങൾ ശോധന ചെയ്യണം. 3, ഇങ്ങനെ ജീവിച്ചാൽ പരിണിത ഫലം എന്താണെന്നൂടെ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്നാ പ്രസംഗം. വളരെ ഷാർപ്പാണ്, മൂർച്ചയുള്ള വാചകമാണ്. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വന്തം കാര്യം നന്നായിരിക്കുകയും ദൈവരാജ്യം ശൂന്യമായിരിക്കുകയും ചെയ്താൽ, അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും തൃപ്തി വരുന്നില്ല. ഹഗ്ഗായി 1:6. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. ഇന്നത്തെ ചിന്ത ശൈലിയിൽ ഞാനൊന്ന് പറയട്ടെ. ജീവിതം ഫലകരമല്ല, ഫ്രൂട്ട്ലെസ് ലൈഫ്. 2, സംതൃപ്തിയില്ല. ഭക്ഷിച്ചിട്ടും പാനം ചെയ്തിട്ടും തൃപ്തി വരും, നോട്ട് സാറ്റിസ്ഫൈഡ്. 3, ഒട്ടും കംഫർട്ടബിൾ അല്ല, സുഖകരമല്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും എത്ര വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല. തണുപ്പ് മാറാനായിട്ട് വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷേ തണുപ്പ് മാറുന്നില്ല. നോട്ട് കംഫർട്ടബിൾ. എത്ര അർത്ഥവത്താണ് ഇന്നത്തെ കാലത്ത്. സ്വന്തം കാര്യത്തിന് വേണ്ടി പരക്കം പാച്ചിലാണ്, എന്നാൽ ഫലകരമല്ലാത്ത ജീവിതം. ദൈവരാജ്യത്തിന് മുൻഗണന കൊടുക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു? സംതൃപ്തി ഇല്ല. ചുറ്റുപാട് വന്ന് നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം. നോട്ട് സാറ്റിസ്ഫൈഡ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ജീവിതം സുഖകരമല്ല. നോട്ട് കംഫർട്ടബിൾ. വാട്ട് ഈസ് റോങ്? എന്താണ് തെറ്റ്? ദൈവത്തിന് മുൻഗണനയില്ല. എന്തിനാണ് വന്നത്? എനിക്ക് ദാവീദിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വളരെ ഹൃദ്യമാണ്. ഞാൻ പലപ്പോഴും ഓർക്കും. ശവകുടീരങ്ങളിൽ എഴുതി വെക്കാൻ ഏറ്റവും നല്ല വാക്യമാണത്. അവൻ യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് നിദ്ര പ്രാപിച്ചു. ഡേവിഡ് സേവ്ഡ് ഗോഡ് ഇൻ ഹിസ് ജനറേഷൻ ആൻഡ് ഡൈഡ്. വളരെ നിറഞ്ഞൊരു ജീവിതമാണത്. അപ്പോസ്തലപ്രവൃത്തി 13:22 പറഞ്ഞു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. ഡേവിഡ് വിൽ ഡു മൈ വിൽ. തമ്പുരാൻ ഇങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ ഭക്തൻ എത്ര വിലയേറിയവനാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക്, യഹോവയുടെ ആലോചനയ്ക്ക്. അപ്പോസ്തലപ്രവൃത്തി 13:36 ശുശ്രൂഷ ചെയ്തു, നിദ്ര പ്രാപിച്ചു. വാട്ട് എ വേ ടു എൻഡ്. എത്ര മനോഹരം. ഈ ജനം അവരുടെ കാര്യം നോക്കി. അല്പം പ്രതിസന്ധി വന്നപ്പോൾ വേല നിർത്തി. അവരുടെ തിങ്കിങ്ങിൽ സമയമായിട്ടില്ല. അതായത് ദൈവരാജ്യ പ്രവർത്തനങ്ങൾ ഒന്ന് മാറ്റിവെക്കുന്നു, പോസ്റ്റ്പോൺ ചെയ്യുന്നു. അത് എനിക്ക് തോന്നുന്നു ഏറെ ഇന്നത്തെ കാലത്ത് നാം കാണുന്നു. ഇനി ഉണ്ടല്ലോ സമയം, വി ക്യാൻ ഡു ഇറ്റ് ലേറ്റർ. അങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്തനുഭവം വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് തൃപ്തിയില്ലായ്മയും, എന്തുകൊണ്ടാണ് ഫ്രൂട്ട്ലെസ് ലൈഫും ഫലകരമല്ലാത്ത ജീവിതവും സുഖകരമല്ലാത്ത ജീവിതവും ഉണ്ടാകാൻ കാരണം? അതും ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ 1:10 പറഞ്ഞു, നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു. ഈ ആകാശം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് തമ്പുരാനാണ്.
ആകാശം തുറന്നില്ലെങ്കിൽ, ഇഫ് ഹെവൻ ഈസ് നോട്ട് ഓപ്പൺഡ്, നത്തിങ് വിൽ വർക്ക് ഔട്ട്. സ്വർഗം തുറന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും നടക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ കാര്യങ്ങൾ നീക്കിവെക്കുകയും മാറ്റിവെക്കുകയും നിങ്ങളുടെ മുൻഗണനയിൽ അപാകത വരികയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആകാശത്തെ അടയ്ക്കും ദൈവം. ആകാശത്തെ അടച്ചപ്പോൾ ഭൂമിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കൈകളുടെ സകല പ്രയത്നന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഗോഡ് ബ്രോട്ട് ഡ്രോട്ട്, ഒരു വരൾച്ച. അനേക വീടുകളിലുണ്ടിത്, ഒരു വരൾച്ച. എന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാർ അവർക്ക് പാപബോധം വരുത്തി എന്ന് മാത്രമല്ല. അപ്പോൾ എന്താണ് നമ്മളെ ചിന്തിച്ചു വരുന്നത്? 16 വർഷക്കാലം അടഞ്ഞു കിടന്നിരുന്ന അവരുടെ പ്രവർത്തനത്തിൽ നിലച്ചുപോയ അനുഭവത്തിൽ അവരെ ഉണർത്താൻ 24 ദിവസം ഈ ദൈവജനം, ഈ ദൈവദാസന്മാർ ശുശ്രൂഷിച്ചു. അവരുടെ ശുശ്രൂഷ ദൈവവചനമായിരുന്നു. ശക്തിയോടെ ദൈവം അയച്ച ദൈവദാസന്മാർ ദൈവം കൊടുത്ത ദൂത് അവർ പറഞ്ഞു. ഇനി നോക്കിക്കാട്ടെ, അവരെ മുറിപ്പെടുത്തുക മാത്രമല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ പ്രോത്സാഹന വാക്കുകളാണ് അവരെ വേദനിപ്പിക്കുന്ന വാക്കുകളേക്കാൾ കൂടുതലെന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ദൈവം അവരോട് ഇടപെട്ടതെന്ന് നോക്കിക്കാട്ടെ. ഒന്ന്, അവരുടെ തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരുത്തി. 2, അവരെ പ്രോത്സാഹിപ്പിച്ചു. നേതാക്കന്മാരെയും പ്രോത്സാഹിപ്പിച്ചു, ജനത്തെയും പ്രോത്സാഹിപ്പിച്ചു. നോക്കിക്കാട്ടെ, ഹഗ്ഗായി 2:4, ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക, നേതാവാണല്ലോ, യഹോവയുടെ അരുളപ്പാട്, മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവേ ധൈര്യപ്പെടുക, നേതാക്കന്മാരോട് പറഞ്ഞു. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുകയും. ഗോഡ് എൻകറേജ്ഡ് ഓൾ, എല്ലാവരെയും എൻകറേജ് ചെയ്തു. എങ്ങനെയാണ് എൻകറേജ് ചെയ്തതെന്ന് നോക്കിക്കാട്ടെ. 1, ഇപ്രകാരം ഹഗ്ഗായി 2:5 നാം വായിക്കുന്നു, എൻ്റെ ആത്മാവ് നിങ്ങളുടെ നടുവിൽ വസിക്കുന്നു. മൈ പ്രസൻസ് ഈസ് ദെയർ, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ട്. അവരുടെ കുറവുകളെക്കുറിച്ച് ബോധ്യം വരുത്തിയതിന് ശേഷം അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദൈവജനമേ, നിങ്ങൾ മനം തിരിയുമെങ്കിൽ ഓർത്തുകൊള്ളണം, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിൽ ഉണ്ട്. ദൈവത്തെ അനുസരിക്കുന്ന ദൈവജനത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ധനമോ ചുറ്റുപാടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും വലിയ പ്രതികൂലങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. വിവിധ രീതിയിലാണ് നമ്മെ ശോധന ചെയ്യുന്നത്, നമ്മെ പരീക്ഷിക്കുന്നു, നമ്മെ ഭയപ്പെടുത്തുന്നു, നമ്മുടെ ജീവിത പ്രവൃത്തികളെ നിഷ്ഫലമാക്കുവാൻ അധികാരികളെ സ്വാധീനിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ നടുവിൽ നമ്മെ ഉറപ്പിക്കുകയാണ്, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുവിലുണ്ട്. അതാണ് പ്രീച്ച് ചെയ്ത്. 2 നോക്കിക്കാട്ടെ, അവരെ ഓർപ്പിച്ചത് ഹഗ്ഗായി 2:5 ഇപ്രകാരം നാം കാണുന്നു, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പീൻ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വചനമുണ്ടല്ലോ, അത് ഓർക്കണം. റിമെമ്പർ മൈ കവനന്റ്, എൻ്റെ ഉടമ്പടി നിങ്ങൾ ഓർത്തോണം. അപ്പോൾ നിരാശയിലായിരിക്കുന്ന ജനത്തോട് പറയുകയാണ്, നിരാശപ്പെടണ്ട, ഞാൻ നിങ്ങളോട് ചെയ്ത ഉടമ്പടി നിങ്ങൾ ഓർത്തുകൊള്ളണം. അപ്പോൾ ധൈര്യപ്പെടുത്തുകയാണ്, എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. 2, ഞാൻ ചെയ്ത ഉടമ്പടി ഒരിക്കലും മറക്കുകയില്ല. 3 പറയുന്നു, എൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർക്കണം. ഹഗ്ഗായി 2:6, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഞാൻ ഇളക്കും. ഐ വിൽ ഷേക്ക് എവറിത്തിങ്. ഗോഡ് ഈസ് ടെല്ലിങ് ദം ഐ എം പവർഫുൾ. എങ്ങനെയാണ് എൻകറേജ് ചെയ്തതെന്ന് നോക്കിക്കേ, എൻ്റെ സാന്നിധ്യം. 2, എൻ്റെ വാഗ്ദത്തം. 3, എൻ്റെ ശക്തി. അപ്പോൾ അവരുടെ കുറവുകളെ ഓർപ്പിക്കുക മാത്രമല്ല,
അവരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവദാസന്മാർ ശ്രമിച്ചു എന്ന് കാണാൻ കഴിയും. അതുമാത്രമല്ല, അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രവൃത്തിയിൽ വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കില്ല, റിസോഴ്സസ് ഇല്ല എന്ന്, സമ്പത്ത് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. 2:8 വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. പ്രവാചകൻ്റെ ദൂതാണ്. എവറിത്തിങ് ബിലോങ്സ് ടു മീ. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കിതത്ര ഉചിതമായ വാക്കുകളാകും. ലോകം റിസോഴ്സസ് അടയ്ക്കുമ്പോൾ, വാതിലുകളെ അടയ്ക്കുമ്പോൾ, ഉറവുകളെ നിർത്തുമ്പോൾ, ദൈവത്തിൻ്റെ ജനം ഓർത്തു കൊള്ളണം, വെള്ളിയും പൊന്നും ദൈവത്തിനുള്ളതാണ്. അവന് സകലത്തെയും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളത് നാം ഓർത്തു കൊള്ളണം. 6-മതൊരു കാര്യം കൂടെ അവരെ ഓർപ്പിച്ചു. നോക്കിക്കാട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ പ്രവൃത്തിയെ മഹത്വീകരിക്കുവാൻ എനിക്ക് കഴിയും. എത്ര ചെറിയ പ്രവൃത്തിയായാലും ഐ ക്യാൻ ബ്രിങ് ഗ്ലോറി ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇന്നും പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ പോകുന്ന ഒരു സമൂഹമാണല്ലോ വിശ്വാസ സമൂഹം. കണ്ണു തുറന്ന് ചുറ്റുപാട് നോക്കിയാൽ ഇത് കാണാൻ ഒരു പ്രയാസവുമില്ല. പീഡിപ്പിക്കുന്ന, എതിർക്കുന്ന, ഭയപ്പെടുത്തുന്ന, അധികാരികളെ സ്വാധീനിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. വൈരികളുടെ നടുവിൽ വിശ്വാസ സമൂഹം പാർക്കുമ്പോൾ ഓർക്കുക, ദൈവം നമ്മുടെ നടുവിലുണ്ട്. 2, ദൈവം തൻ്റെ വചനം ഒരിക്കലും മറന്നു പോകത്തില്ല. ഉടമ്പടി ഒരിക്കലും ദൈവം മറക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ മതിയായി നമുക്കുണ്ട് എന്നുള്ളത് ഓർക്കണം. വേണ്ടുന്നതായിട്ടുള്ള എല്ലാ റിസോഴ്സസും സമ്പത്തും ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ചെറിയ പ്രവൃത്തിയുടെ മേലും തേജസ് അയക്കാൻ ദൈവത്തിന് കഴിയും. ഗോഡ് ക്യാൻ ബ്രിങ് ഗ്ലോറി ഈവൻ ടു ദ സ്മോളസ്റ്റ് വർക്ക്, ദ ലിറ്റിൽ വർക്ക് വി ഡു. ആ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കും. ഇനി നോക്കിക്കാട്ടെ, ഈ 5-ാമത്തെ അധ്യായത്തിൽ 24 ദിവസത്തെ ദൈവവചന ഘോഷണം അവരുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതും അവരുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നതുമായ അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകം നിറഞ്ഞ ദൈവവചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനം എഴുന്നേറ്റ് പണിയാനായി തുടങ്ങി എന്ന് 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കാട്ടെ, അങ്ങനെ ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലും യോസാദാക്കിൻ്റെ മകനായ യേശുവ എഴുന്നേറ്റ് യെരുശലേമിലെ ദൈവാലയം പണിയാൻ തുടങ്ങി. വീണ്ടും ആരംഭിച്ചു. 16 വർഷങ്ങൾക്ക് ശേഷം ദൈവവചനത്താൽ വീണ്ടും ജനം ഉണർത്തപ്പെട്ട് പണിയാൻ തുടങ്ങി. എതിർപ്പ് നിന്നോ? ഇല്ല. ഇതാണ് ശ്രദ്ധേയം. എതിർപ്പിൻ്റെ മുമ്പിൽ 16 വർഷക്കാലം നിർത്തിവെച്ചു. ആത്മീകമായി ഉണർത്തപ്പെട്ടപ്പോൾ when they were revived, they started again. നമ്മൾ പ്രതീക്ഷിക്കും എന്നാൽ ഇനി എതിർപ്പുണ്ടാകത്തില്ലെന്ന്. 5-ാമത്തെ അധ്യായം നോക്കിക്കാട്ടെ, എതിർപ്പ് വീണ്ടും തുടങ്ങി. 5-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ എതിരാളികൾ, വൈരികൾ വന്ന് പറയുകയാണ്, അവരുടെ കൂട്ടരും അവരുടെ അടുക്കൽ വന്ന് അവരോട്, ഈ ആലയം പണിയാൻ, ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആര് കൽപ്പന തന്നു? ക്വസ്റ്റ്യനിങ് പീപ്പിൾ. ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാൻ ആരധികാരം തന്നിരിക്കുന്നു? ആരാണ് കൽപ്പന തന്നിരിക്കുന്നത്? ചോദ്യം ചെയ്യുന്നൊരു സമൂഹം. എല്ലാ മേഖലയിലും ചോദ്യങ്ങളാണ്. അപ്പോൾ പണി വീണ്ടും തുടങ്ങിയപ്പോൾ വീണ്ടും എതിർപ്പ് തുടങ്ങി. ഇനി നോക്കിക്കാട്ടെ, അതുകൊണ്ട് തീർന്നില്ല. കെട്ടിടം പണിയുന്ന ആളുകളുടെ പേര് ഒന്ന് പറയണമെന്ന് എസ്രാ 5:4 ലീഡേഴ്സിനെ ഐസൊലേറ്റ് ചെയ്തു. ആരാ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? എത്ര പ്രസക്തമായ വേദഭാഗമായില്ലയോ? വീണ്ടും ദൈവരാജ്യ പണിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1 അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, 2 അവരെ വേർതിരിച്ച് നിർത്തി അവരെ ഭീഷണിപ്പെടുത്തുവാനായി ആരംഭിച്ചു.
എന്നാൽ ഇപ്പോൾ ദൈവജനത്തിൻ്റെ പ്രതികരണം നോക്കുക. 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യം, എസ്രാ 5:5 അവസാന ഭാഗം. ഈ കാര്യം ദാര്യാവേസിൻ്റെ സന്നിധിയിൽ ബോധിപ്പിച്ച് മറുപടി വരും വരെ അവർ അവരുടെ പണി മുടക്കിയില്ല. ദേ കണ്ടിന്യൂഡ്. ചോദ്യം ചെയ്യാൻ ആൾ വന്നു, ഐസൊലേറ്റ് ചെയ്യാൻ ആൾ വന്നു, എങ്കിലും അവർ പണി തുടർന്നു. ദേ കണ്ടിന്യൂഡ്. എന്തുകൊണ്ടാണെന്നറിയാം? ഇപ്പോൾ വീണ്ടും എതിർപ്പുണ്ടായി. 16 വർഷം നിർത്തിവെച്ചത് വീണ്ടും ദൈവത്തിൻ്റെ വചനത്താൽ ഉണർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും എതിർപ്പ് വന്നു. എതിർപ്പ് വന്നിട്ട് അവർ മടുത്തില്ല, അവർ പണി മുടക്കിയില്ല. കാരണം നോക്കിക്കാട്ടെ, 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. എന്തുകൊണ്ട് പണി മുടക്കിയില്ല? എന്നാൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട്. ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കടാക്ഷം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ അവരുടെ മേലുണ്ടായിരുന്നു. അപ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ നമുക്ക് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. അനേകർക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമാണ്. യോസേപ്പിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി. തമ്പുരാൻ്റെ പ്രവൃത്തിയാണ്. ഇറ്റ്സ് ഗോഡ്സ് വർക്ക്. അപ്പോൾ മടുത്തു പോകാതെ നിൽക്കാനുള്ള കാരണം ദൈവം അവരോട് കരുണ കാണിച്ചു. 2, ദൈവത്തിൻ്റെ വചനം അവരെ ഉറപ്പിച്ചു. ഇന്ന് ജീവിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, 1, ദൈവകൃപ നമുക്ക് ഫേവറബിളായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം നോക്കിക്കാട്ടെ. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗ്ഗായി പ്രവാചകനും 6-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഇദ്ദോവിൻ്റെ മകനായ സക്കരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും പോന്നു. ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. സോ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അവരെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കൃപയും അവർക്ക് ശക്തി പകർന്നത് ദൈവത്തിൻ്റെ വചനവും. അപ്പോൾ ഇന്ന് പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് ജീവിക്കാൻ ഒക്കുമോ? പ്രവർത്തനം നിർത്തുകയാണോ? സാക്ഷ്യം നിർത്തുകയാണോ? അല്ല. കാരണം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. 2, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം അവരെ ധൈര്യപ്പെടുത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കാട്ടെ. 5-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ആളുകൾ അധൈര്യപ്പെടുത്തുവാനും പണി നിർത്തുവാനും തുടങ്ങിയെങ്കിലും ദൈവത്തിൻ്റെ ജനം അവരുടെ പണി മുടക്കിയില്ല. 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദേ കണ്ടിന്യൂ. അപ്പോൾ ദൈവകൃപ വ്യാപരിച്ചതുകൊണ്ടും ദൈവശക്തി വ്യാപരിച്ചതുകൊണ്ടും അവർ പണി മുടക്കിയില്ല. ദാര്യാവേസിനെ അവരൊരു ആരോപണക്കത്തൊക്കെ അയച്ചു. ദാര്യാവേസിനോട് പറഞ്ഞു, ഈ ജനം ശക്തിപ്പെട്ടാൽ നിനക്ക് അവർ കരം തരികയില്ല, നിനക്ക് കിട്ടേണ്ടത് കിട്ടുകയില്ല, ഇവർ ഇൻഡിപെൻഡൻ്റ് ആകാൻ, സ്വാതന്ത്ര്യം പ്രാപിക്കാനൊക്കെ അവർ ശ്രമിക്കുമെന്നൊക്കെ ആരോപണ കത്ത് അയച്ചെങ്കിലും ദാര്യാവേസ് അന്വേഷിച്ചപ്പോൾ 5-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ കോരേസ് രാജാവ് ആലയം പണിയാനുള്ള കൽപ്പന കൊടുത്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് ദാര്യാവേസ് പണിയാനായി അവരെ അനുവദിച്ചു. നോക്കിക്കാട്ടെ, 6-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സക്കരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചും പോന്നു. അവർ ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരവും കോരേസിൻ്റെയും ദാര്യാവേസിൻ്റെയും പാഴ്സി രാജാവിൻ്റെയും അർത്ഥകശിഷ്ട രാജാവിൻ്റെയും കൽപ്പന പ്രകാരവും അത് പണിത് തീർത്തു. ദേ ഫിനിഷ്ഡ് ഇറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും ദൈവവചനത്തോടും അവർ ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പണി മുടക്കിയില്ല എന്ന് മാത്രമല്ല, 6-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ പണിത് തീർത്തു. എന്താണ് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 6-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ ദൈവാലയത്തെ അവർ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തിനു വേണ്ടി അവർ വന്നോ
അതവർ സാധിച്ചെടുത്തു. എങ്ങനെ? എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? ഒന്ന്, നിരാശപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഈ ജനത്തിനുണ്ടായതുപോലെ നിശ്ചയമായും ഉണ്ടാകും. പൈശാചികൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരായുധമാണ് ഇതെന്നാണ് അനേക ദൈവദാസന്മാർ പറയും. വിശ്വാസ ജീവിതത്തിൽ നമ്മെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും ഫലകരമായിട്ടുള്ളൊരായുധമാണ് നിരാശ എന്ന് പറയുന്ന ആയുധം. കാരണം അയൽവാസികൾ പ്രതികൂലമാകുമ്പോൾ, അവർ പാർക്കുന്ന പട്ടണം ഇടിഞ്ഞു കിടക്കുമ്പോൾ, വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നിരാശപ്പെടരുത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ വചനം നമ്മെ ശക്തീകരിക്കും. അവൻ തൻ്റെ ഉടമ്പടി മറക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തി എന്നും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തരാൻ ദൈവത്തിന് കഴിയുന്നതുകൊണ്ട് ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഇതിൻ്റെ നടുവിൽ വിശ്വാസത്തോട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2, പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി എളുപ്പമാർഗങ്ങൾ, അവർ വന്നതുപോലെ ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ എന്നുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ഒരു കാര്യവും ചെയ്യാതിരിപ്പാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. We don't have to use the ways that God doesn't approve to get things done. ദൈവം അനുവദിക്കാത്ത കാര്യങ്ങൾ, അനുവദിക്കാത്ത മാർഗത്തിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ ഒരു കാര്യവും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ ചെയ്യുവാൻ നാം ശ്രമിക്കുക. 3, ദൈവജനം ക്ഷീണിച്ചും തളർന്നും പോകുമ്പോൾ, അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്തിരിയുമ്പോൾ അവരെ ഉണർത്തണം. ഉണർത്തുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മാറ്റമില്ലാത്ത ദൈവവചനം അവരുടെ നടുവിൽ ഘോഷിക്കപ്പെടണം. എപ്പോൾ ഉണർവിൻ്റെ ഒരു ആവശ്യമുണ്ടോ ആ സമയത്ത് പ്രാർത്ഥന ഒരു വലിയ ഘടകമാണ്. പ്രാർത്ഥനയാണ് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കപ്പെടണം. അവസാനമായി നാം ഓർക്കേണ്ടതായ കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായും പൂർത്തീകരിക്കപ്പെടും. എന്തെല്ലാം പദ്ധതികൾ പൈശാചികൻ കൊണ്ടുവന്നാലും ഗോഡ്സ് വർക്ക് വിൽ ബി അക്കംപ്ലിഷ്ഡ്. എന്തിനു വേണ്ടി ഈ ജനത്തെ അയച്ചോ? 16 വർഷക്കാലം താമസം വന്നെങ്കിലും അവർ വന്നപ്പോൾ പണിയാൻ തുടങ്ങി, തടസ്സമുണ്ടായി, നിരാശപ്പെട്ടു. 16 വർഷക്കാലം അവർ പണിയാതെ ഇരുന്നെങ്കിലും ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് അവർക്ക് ഉണർവിൻ്റെ അനുഭവങ്ങൾ കൊടുത്ത് ജനത്തെ ഉണർത്തി പ്രതികൂലത്തിൻ്റെ നടുവിൽ ഫലകരമായി ശുശ്രൂഷിപ്പാൻ ദൈവം അവരെ ശക്തീകരിച്ച് ചരിത്രം അവസാനിക്കുമ്പോൾ 6:14 ദൈവത്തിൻ്റെ ആലയം പണിത് തീർത്തു എന്ന് കാണാൻ കഴിയും. എന്തെല്ലാം എതിർപ്പുകൾ വന്നു, ഭീഷണിപ്പെടുത്തി, അവരെ പരീക്ഷിച്ചു, അവരെ ശോധനയിൽ കൂടെ അയച്ചു, അവരുടെ മേൽ സമ്മർദ്ദം അധികാരികളിൽ കൂടെ ഉപയോഗിച്ചു, അവർക്കെതിരായി ആരോപണ കത്തുകൾ രാജാക്കന്മാർക്ക് എഴുതി. എങ്കിലും ഇതിലൊന്നും തളർന്നുപോയില്ല. ദേ ഫിനിഷ്ഡ് ഇറ്റ്. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. എന്താണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്? നിരാശപ്പെടാതെ ദൈവം എന്ത് ദൗത്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചോ വിശ്വസ്തമായി അത് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പൂർത്തീകരിക്കാൻ ബലം തരുന്നൊരു കർത്താവാണ്. ഇറ്റ് വിൽ ബി ഫിനിഷ്ഡ്. അതുകൊണ്ട് ദാവീദ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് നിദ്ര പ്രാപിച്ചതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ ദൈവത്തിൻ്റെ ദൗത്യം എന്തിനു വേണ്ടി നമ്മെ ആക്കിയോ, എന്തിനു വേണ്ടി നമ്മെ അയച്ചോ, അത് പൂർത്തീകരിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും. ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ്. എത്ര മനോഹരമായ ഒരു നല്ല അനുഭവമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഗോഡ്സ് പ്ലാൻ ക്യാൻ നെവർ ബി ത്വാട്ടഡ്. ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും തകർത്ത് കളയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ
ഒരു പക്ഷേ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ, 4 വശത്തു നിന്നും എതിർപ്പുകൾ, 100 ചോദ്യങ്ങൾ, അനേകരുടെയും മനസ്സിൽ കൂടെ പോകുന്നൊരു ചിന്ത, വിജയകരമാകുമോ, നടക്കുമോ, എവിടെ പോയി അവസാനിക്കും? ഓർക്കുക, ദൈവം തൻ്റെ ജനത്തെ എന്തിനു വേണ്ടി അയച്ചോ അത് സാധിച്ചെടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ, നമ്മെ ബലപ്പെടുത്താൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനത്താൽ ബലപ്പെട്ട്, ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ജീവിച്ച് ദൈവം തന്ന വേല തികയ്ക്കുവാൻ തളർന്നു പോകാതെ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവരാജ്യ പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ ദൈവം തന്നിരിക്കുന്ന നിയോഗം, നമ്മുടെ ജോലിസ്ഥലത്ത് ദൈവം തന്നിരിക്കുന്ന നിയോഗം, നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നിയോഗം തളർന്നു പോകാതെ, ടയർഡാകാതെ, മടുത്തു പോകാതെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. തളർന്നു പോകരുതേ, നീ തളർന്നു പോകരുതേ, അതിവേഗത്തിൽ ഓടിപ്പോകും നിൻ്റെ എതിരുകൾ എന്നേക്കുമായി. അതുകൊണ്ട് തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പഴിയും ദുഷിയും വന്നിടുമ്പോൾ, ഭാരങ്ങൾ നിന്നിൽ ഏറിടുമ്പോൾ തളർന്നു പോകരുതേ. ബലഹീനനെന്ന് നീ കരുതിയിടുമ്പോൾ കൃപമേൽ കൃപ അവൻ പകർന്നിടുമേ. കോട്ടകൾ എതിരായി ഉയർന്നിടുമ്പോൾ തകർക്കുവാൻ അവൻ പുതുബലം തരും. അഗ്നിയിൽ ശോധന പെരുകുമ്പോൾ 4-മനായി അവൻ വെളിപ്പെടുമേ. വൈരി അലറുന്ന സിംഹം പോൽ വിഴുങ്ങുവാനായി നിന്നെ എതിരിടുമ്പോൾ തളർന്നു പോകരുതേ, നീ തളർന്നു പോകരുത്. അതുകൊണ്ട് എസ്രായുടെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ, ദൈവജനം അതിജീവിച്ചതുപോലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.